ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ. 9:36. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റായിട്ട് തന്നെ എഴുന്നേറ്റ്. ലേറ്റായിട്ട് എഴുന്നേക്കാറ് സൺഡേസിൽ ഒരു ലേസി സൺഡേ ആയിരിക്കും എൻ്റെ. ഇതിപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റുള്ളൂ. പ്രത്യേകിച്ചും ചെയ്യാനില്ല എഴുന്നേറ്റിട്ട്. ഇനി പല്ല് തേക്കണം, പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനുള്ളതൊക്കെ നോക്കാം. അച്ഛൻ ബീഫ് കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പണി മൊത്തം ഞാൻ തന്നെ നോക്കി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ചായ ഉണ്ടാക്കണോ അതോ ഗ്രീൻ ടീ ഉണ്ടാക്കണോ? വിച്ച് വൺ ഈസ് ഗുഡ്? രണ്ടിനോടും എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് നമ്മൾക്ക് മേ ബി പുട്ടായിരിക്കും. ഡെയിലി ഇവിടെ പുട്ട് തന്നെയാണ്. സോ പ്രത്യേകിച്ച് ഞങ്ങളുടെ പുറംഭാഗം കാണിച്ച വ്യൂ, ഞങ്ങളുടെ കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നിങ്ങൾ അപ്പുറത്തെ വീടാണ്, ഇതും അപ്പുറത്തെ വീടിൻ്റെ ഭാഗമാണ്. നല്ല ടൈഡി ആയിട്ട് വേണ്ടത്. ആദ്യം കപ്പ്, ഇതിൽ നമ്മൾ ചായ ഒഴിച്ച സാധനമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാലും വെള്ളവും ഇളക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന കുപ്പി പാലാണ് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്നേക്കാണ് എനിക്ക് ചായ കുടിക്കാനായിട്ട്. ഗ്ലാസ് വെള്ളം എടുത്തു, ഒഴിച്ചു. ഇനി ഒരു ഗ്ലാസ് പാലും കൂടെ എടുത്ത് വയ്ക്കും. ഇനി പാലിൻ്റെ ഇത് കഴിഞ്ഞിരിക്കില്ല. ഞങ്ങളുടെ അല്ല, എൻ്റെ പാല് അടുപ്പത്തായിരിക്കുകയാണ്. വിത്ത് എ ഗുഡ് വ്യൂ. ഓക്കെ. 2 ഏലക്ക, 2 ഗ്രാമ്പു. ഗ്രാമ്പു എന്നല്ല ഇതിനെ പറയാം. ഇത് ഞാൻ ഇതാണ് 2 വീതം മാത്രമേ. അങ്ങനെ ചായയുടെ ഏകദേശം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിളക്കട്ടെ. ഞാൻ ചായ അല്ല ഉണ്ടാക്കുന്നത്, ഹോർലിക്സ് ആണ്. ഞാൻ മാറ്റി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഹോർലിക്സ് എടുക്കാം. ഹോർലിക്സ് എനിക്ക് അച്ഛൻ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ. മമ്മി ഈസ് കട്ടിങ് ബീഫ് കട്ട് ചെയ്യുകയാണ്. അച്ഛൻ്റെ കടയിലിരുന്ന് വിളിക്കണം, അമ്മ അടുക്കളയിലിരുന്ന് വിളിക്കുന്നു. ജോയിൻ അടിക്കി, ആ ക്യാമറ ഒന്ന് തുടക്കി. ഇതാണ് മൈ ബ്രദർ. ഹീ ഈസ് കോളിംഗ് ഫ്രം അഹമ്മദാബാദ്. ചക്കര വ്ളോഗ് പിടിക്കും. എന്താണ് ഇങ്ങനെ കട്ടം പറ്റിയിരിക്കുന്നത്? അച്ഛനടുത്തല്ല. മൈ ചായ ഈസ് തിളയ്ക്കുന്നു. ഇങ്ങനെ ഒരു സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് ഇതൊക്കെ കഴിയുമ്പോൾ എൻ്റെ ഒരു സുഖം വേറെയാണ്. എൻ്റെ സൗണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ്, ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഒരു ബാസ് കൂടി. ഇന്ന് നമുക്ക് ചായയല്ല, ഹോർലിക്സ് ഇടുന്ന ഒരു ഇതാണ് എൻ്റെ. ഹോർലിക്സ് തന്നെ ഇടാൻ പോകുന്നത്.
ഹോർലിക്സ് കുടിക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ എൻ്റെ ഹോർലിക്സ് റെഡി ആയി കഴിഞ്ഞു. കഴുകാണ്ട് മാറ്റിക്കാന്നല്ലോ ഉദ്ദേശിച്ചത്. നമ്മൾ എടുത്ത സാധനം കഴുകി വെക്കണം. അങ്ങനെയാണ് ഒരു ബിഗിനേഴ്സ് കിച്ചണിൽ കയറുമ്പോൾ പഠിക്കേണ്ട ആദ്യത്തെ ലെസൺ അതാണ്. ഇല്ലെങ്കിൽ മമ്മികൾ നമ്മളെ ചീത്ത പറഞ്ഞ് ഓടിക്കും. നീ ഇനി അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞു. കാരണം എടുത്ത പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവർ നമ്മളെ ഇനി അടുക്കളയിൽ കയറ്റില്ല. സോ വി ഹാവ് ടു ക്ലീൻ ചെയ്യാം. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. വാവ്, ലുക്ക് അറ്റ് ദിസ്. ഇനി എടുത്തോടത്ത് തന്നെ വെക്കാം എന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. ബാലിക്കണം കൂടി കേൾക്കാനായിട്ട്. ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഉമ്മറ. എൻ്റെ ഉമ്മറല്ല, എൻ്റെ വീടിൻ്റെ ഉമ്മറ. അപ്പാർട്ട്മെൻ്റൊക്കെ വയ്ക്കാം. ഫാൻ. അപ്പം നമ്മൾക്ക് ഹോർലിക്സ് കുടിക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല ചൂട് ഹോർലിക്സ് ചായ. അതും ഉണ്ട്. ചായപ്പൊടി ഇട്ടാലേ ചായ ആവുള്ളൂ, ചായപ്പൊടി ഇട്ടിട്ടില്ല. ഹോർലിക്സ് നമ്മൾ 5 രൂപ പാക്കറ്റ് വാങ്ങിക്കും എന്ന് പറയും. ഹോർലിക്സിൻ്റെ പാക്കറ്റിൽ 15 പഞ്ചസാരയാണ്. ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞു. അപ്പം ആരും വാങ്ങിക്കരുത്. ഇതിപ്പോൾ എനിക്ക് അച്ഛൻ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് ഞാൻ കഴിക്കുന്നു. സത്യം പറയാലോ ഗൈസ്, ഞാൻ ഏലക്കയും മറ്റേ സാധനം കൂടി ഇട്ടുണ്ടായിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കാന്നുള്ള വിചാരിച്ചത് കൊണ്ട് ഞാൻ അതിട്ടത്. പക്ഷേ ഹോർലിക്സ് ഇട്ടത് കൊണ്ട് ടേസ്റ്റ് ഇല്ല, എന്തോ വളരെ ടേസ്റ്റ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. മിക്കവാറും ഒരു സിനിമ പോലെ ആയിരിക്കും. ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുമായിരിക്കും. അത്ര ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്ത കളയും. പരമാവധി ഷോർട്ടാക്കി വെക്കാം, എന്നാലേ കാണാനായിട്ട് തോന്നുള്ളൂ. ഞാൻ തന്നെ ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ തന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുള്ളൂ. ഷോർട്ട് വീഡിയോസ് യൂട്യൂബിൽ കാണാൻ കുറവാണ്. ബിക്കോസ് ഞാനൊരു ഇന്റേണാണ്. ഞാൻ അതും ഒരു ദിവസം ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഇന്റേൺ അങ്ങനെ വേണ്ട ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സീ. ടേസ്റ്റിലാണ് ഞാൻ പറയില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് ബീഫ് റെഡിയാക്കണം. ഉള്ളി ബീഫ് ആയിരിക്കും വെക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഉള്ളി ബീഫ് ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടെ, റെസിപ്പി. അപ്പോൾ ബൈ ബൈ. നമുക്ക് ബീഫ് കഴുകി അങ്ങനെ ബീഫ് കഴുകിയൊക്കെ വച്ചു. ഇനി നമ്മൾക്ക് ഉള്ളി നന്നാക്കാം. ഉള്ളിയുടെയും വീട്ടിലൊരു ഞായറാഴ്ച ഇങ്ങനെ ആയിരിക്കും. ഇതെൻ്റെ ഫോൺ സ്റ്റാൻഡാണ്. എന്താ പറയാമെന്ന് അറിയില്ല. എന്തൊക്കെ പറയാം.
മമ്മി ഈസ് വാച്ചിങ്. ഞാൻ മമ്മീനൊന്നും ഇല്ലാട്ട് വിളിക്കണം. തോന്നുമ്പോൾ അടുത്ത് വരെന്നൊക്കെ വിളിക്കും. ഇപ്പോൾ സമയം 11:18. ഇന്നിനി വൈകുന്നേരം ചിലപ്പോൾ ശ്രീനഗരത്ത് പോകും. ഡ്രസ്സ് എടുക്കണം. എന്ത് വർത്താനം പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ വിട്ടാതിരിക്കാനായിട്ട് പിന്നെ ഓരോ കളിയാണ്. നന്ദിക്കാട് കമല് ഓണക്കളിയൊക്കെ കാണുന്നു. ഡ്രസ്സ് എടുക്കാനുണ്ട് ആ പിള്ളേർ. അത് നോക്കണം. ആകെ കിട്ടുന്ന ദിവസം ആയിക്കോട്ടെ ദിവസം എനിക്ക് അങ്ങോട്ട് പോകണം. I will show you my mommy. അമ്പലത്തിലൊക്കെ പോയി സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. ബീഫ് നന്നാക്കാനായിട്ട്. ബീഫ് നന്നാക്കി. ഇനി ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അത് നന്നാക്കട്ടെ. ഇത് ഓണാക്കി വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. എനിക്കൊന്നും പറയാനറിയില്ല. അപ്പം ഒരു ദിവസം എന്തെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് കുക്ക് ചെയ്യുമ്പോഴും ഈ വക സാധനങ്ങൾ എനിക്ക് ഇടണം. ഇംഗ്ലീഷ് വന്നിട്ടുണ്ടാവില്ല. ഇതിൽ ബീഫിൻ്റെ നെയ്യാണ് ഇട്ടിരിക്കുന്നത്. നെയ്യപ്പോൾ കൂടുതൽ ഒഴിക്കണ്ട. നെയ്യല്ല, വെളിച്ചെണ്ണ ഇപ്പോൾ കൂടുതൽ ഒഴിക്കേണ്ടാത്തതുകൊണ്ട് നെയ്യ് തന്നെ അങ്ങോട്ട് ഇട്ട് ഞങ്ങൾ പഴക്കുകയാണ്. കറുകല ഇട്ടിട്ടുണ്ട്, വേപ്പല ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി അടപ്പത്തായിട്ടുണ്ട്. കാര്യമാണ്. ഉള്ളൊരു പപ്പട കൊതിയെത്തിയാണ്. പപ്പടം തിന്നണുണ്ട്. തിന്നു ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല. നല്ല വെയിലാണ്. മാനം. വാവ്, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ബീഫ് കറി ആയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും തിളയ്ക്കുന്നു. ബീഫ് കറി ഒന്ന് വറുത്തിടണം. തേങ്ങക്കൊത്തും വേപ്പിലയിട്ടിട്ട് നമുക്കത് കാണാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാവട്ടെ. വെളിച്ചെണ്ണ അധികം ഒഴിക്കുന്നില്ല, കാരണം അതിൽ നല്ലോണം നെയ്യുണ്ട്. ചട്ടി ചൂടാവട്ടെ നല്ലോണം. എന്നിട്ട് നമുക്ക് ബീഫ് അതിലേക്ക് ഇടാം. നല്ലോണം പാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് അതിലേക്ക് ഇടാൻ പോകും. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ബീഫ് കറി റെഡിയായി. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാൻ പോകണം. ഒന്നും നോക്കിയില്ല. നല്ല ബീഫ്. ഞാൻ കിടന്നിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം സമയം 4:30 ആവണം. അപ്പം ഞാനൊന്ന് റെഡി ആയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഷോപ്പിങ്ങിന് പോകണം. ചായ കുടിക്കണം പുറത്ത് പോയിട്ട്. പുറത്ത് പോയിട്ട് ചായ കുടിക്കാനുണ്ട്. പിന്നെ ശ്രീനഗരത്ത് പോകണം. പിന്നെന്താ പരിപാടി? എനിക്ക് ഇവിടുന്ന് ശ്രീനഗരത്ത് പോയിട്ട് അവിടുന്ന് ചായ കുടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ്, ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ഓക്കെ, ബൈ. മോയ്സ്ചറൈസർ ബിൽഡ് ആവും കുറച്ച് ടൈം എടുക്കുന്ന അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് ഉണക്കട്ടെ. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. ഇനി സൺസ്ക്രീൻ. സമയം 5 മണിയായി, എന്നിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു. കിടക്കട്ടെ.
വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇടാൻ തോന്നില്ല. പുറത്ത് പോകുമ്പോഴേ എനിക്ക് ഇടാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടുന്നു. കാണുന്നവർ ഒരു മയത്തിലൊക്കെ മുഖത്തിട്ട് കാണിക്കാം എന്ന് പറയുന്നുണ്ടാവും അല്ലേ? സല്ല അല്ലാത്തത് ബ്ലെൻഡാവണ്ടേ? എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഇടണം. വേണ്ട, കുട്ടിയുടെ പോലെ ആവും. കേട്ടെ. ഇനി നെക്സ്റ്റ് ഐലൈനർ ഇടണം. ലൈനർ ഓക്കെ. മാറി ഇതിൽ നോക്കിയിട്ടാലോ? വേണ്ട, ഇതിൽ നോക്കിയിട്ടാൽ എൻ്റെ കണ്ണ്. അപ്പോൾ ലൈനർ എഴുതി. ഇനി ലിപ് ബാം ഇട്ടിട്ട് പോവാം. ഇനി മുടിയും കൂടി ഇടണം. പോണിട്ടയിൽ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ. ശരിയാണ്, സ്റ്റോപ്പ് മാറി. പോണിട്ടയിൽ കെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മുടി ഇരിക്കില്ല, പിന്നെ പതിഞ്ഞിരിക്കുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ പുതിയ ബഡ് വാങ്ങിച്ചോണ്ടേ ഇനി അതിൻ്റെ ഇതായിരിക്കും കുറച്ചാൾ. അപ്പോൾ എൻ്റെ മമ്മിയും റെഡിയായി. പിന്നെ പ്രോട്ടീനാണ് ഞാൻ കഴിച്ചിട്ടില്ല. അവർക്ക് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പുറത്തിറങ്ങി. നല്ല മഴക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. പുറത്തിറങ്ങി ഇനി പോകാം. ദിസ് ഈസ് മൈ വൺ. ശ്രീരാധയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ചായ കുടിക്കാൻ പോകണം. ബട്ട് അവിടെ ഇവിടെ കസ്റ്റമർ ഉണ്ട്, വർക്കിങ്ങിലാണ്. ഹായ്, ഇത് പേരിട്ടാണ് ഹമീദ. എൻ്റെ പേര് ഹമീദത്താണ്. ഹമീദിത്ത ഇവിടെ അപ്പുറത്തെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഇത്തയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാർ. അതെ, പഠിപ്പിക്കുമല്ലോ. സുർമിലേ ഡെയിലി കുർക്കുറെ ഒരു ഹായ് പറഞ്ഞു. ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗ്. ലിഫ്റ്റിലേക്ക് വേണ്ട I know it. ഇന്നത്തെ ദിവസം കഴിയാറായിരിക്കുകയാണ്. 5:55 ഇനി ഇന്ന് മാക്സിൽ കാരണം. ദെൻ കുറച്ച് ഷോപ്പിംഗ് ഡ്രസ് നോക്കാനുണ്ട്. ഡ്രൈനസ് ആണോ? കുട്ടി ബസ്സിന് പോകുന്നതാണ് നല്ലത്. അവൾക്ക് ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വേണ്ട. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു.
പിന്നെ എന്തുണ്ട് വിശേഷം? ചോക്ലേറ്റ് കഴിക്കണം. ഡ്രസ്സ് നോക്കാൻ വന്നിരിക്കുകയാണ്. ഡ്രസ്സ് എടുക്കട്ടെ. കുഞ്ഞു ഡ്രസ്സൊക്കെ എടുത്ത് ഗൈസ്. ഇനി താഴത്ത് പോകണം. എന്നിട്ട് അവൾക്ക് ഇതിൽ മൈസൂർ പാക്ക് വാങ്ങിക്കണം. അത്ര ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. അവൾ വിചാരിച്ച എന്താ അമ്പാളുടെ മോളാണ്. അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഞാൻ വീട്ടിലെത്തി. ഇവിടെ മമ്മി ഡാഡി ഇല്ല. അവര് എന്ത് കോൽക്കളിയിലല്ല കൈകൊട്ടുകളിയാ അങ്ങനെ എന്തൊക്കെയോ സാധനം ഇവിടെ നടക്കുന്നു ഇവിടെ അടുത്ത്. അപ്പോൾ അത് കാണാൻ പോയിരിക്കുകയാണ് ഞാനിവിടെ ഒറ്റയ്ക്ക്. പക്ഷെ ഒറ്റയ്ക്ക് പണിയുണ്ട് ചെയ്യാൻ. ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും വർക്കൗട്ട് ചെയ്യണം. ഇന്ന് കുറച്ച് കൂടുതൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ 9:30 ബിഗ് ബോസ് തുടങ്ങുമല്ലോ. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ വർക്കൗട്ട് തീർക്കണം. ചിലപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയാൽ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നലെ അങ്ങനെയായിരുന്നു. ഇന്നലെ ഞാൻ ലേറ്റായി. അപ്പോൾ 1 മണിക്കൂറല്ല ഞാൻ ചെയ്യാറ്. അതിൽ കൂടുതൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും, കുളിക്കും, ഫുഡ് കഴിക്കും, കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും ബിഗ് ബോസ് കണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയത്. ഇനി നാളെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വർക്കൗട്ടിനുള്ള ഡ്രസ്സ് ഇടട്ടെ. ഓക്കെ, ബൈ ബൈ. എവിടേക്ക് ഇടയ്ക്ക് ബൈ ബൈ പറയുന്നുണ്ട് ഞങ്ങളെ. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്തിട്ട് കാണാം. വർക്കൗട്ട് ചെയ്തിട്ടിപ്പോൾ എനിക്ക് താല്പര്യമെടുക്കാനായിട്ട് ഞാൻ അത്ര പ്രോആക്റ്റ് ഒന്നല്ല ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ അതിൽ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ലാപ്ടോപ്പിൽ യൂട്യൂബിൽ വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ എടുക്കട്ടെ. സാധാരണ ഞാനൊരു 2-3 വർക്കൗട്ടാണ് ചെയ്യാറ്. 2-3 എടുത്തിട്ട് ചെയ്യാറ്. നോക്കട്ടെ ഇന്ന് എത്ര എണ്ണം ചെയ്യുമെന്ന്. ശരി, എന്താണ് വേർത്ത് നല്ല നിൽക്കുമ്പോൾ ഇത്രയും പേർത്ത് പോരാ. പക്ഷെ എനിക്ക് പേർക്ക് സാധാരണ കുറവാണ്. അതുകൊണ്ട് ഇത്രയും വർക്കൗട്ട് ചെയ്താൽ പോരാ. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര മണിക്ക് തുടങ്ങിയതാ? 8 മണിക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതാ. 9 മണിയായപ്പോൾ നിർത്തി. എന്നിട്ടും ഇത്ര പോരാ. കൂട്ടി കൊണ്ടുവരണം. ഇവിടെ എനിക്ക് കൂട്ടൊരു പൂച്ചപ്പെണ്ണുണ്ട്. അമ്മ ചിലപ്പോൾ വരും. അപ്പോൾ അവർ വന്നിട്ട് കുളിക്കാൻ പോവുള്ളൂ. അത്ര നേരം വേർപ്പ് മാറട്ടെ. അങ്ങനെ ഇരിക്കാം കുറച്ച് നേരം കൂടെ. കണ്ണൊക്കെ പരന്നു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുടിയൊക്കെ പോയി. അങ്ങനെ ഞാൻ കുളിച്ച് വന്നു. ഇനി ഫുഡ് കഴിക്കണം. ബിഗ് ബോസ് കാണണം. ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കാണണം. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ നാളെ ഇൻറ്റേൺഷിപ്പിന് പോകണം. ഓഫീസിൽ പോകണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. വൈകുന്നേരം ഫുഡ് കഴിക്കണം. പിന്നെ രാത്രി ഫുഡ് കഴിക്കണം. വർക്കൗട്ട് ചെയ്യണം. ഉറങ്ങണം. ഇതാണ് നാളത്തെ ദിവസം. ചിലപ്പോൾ പുറത്ത് പോകാം. കണ്ടറിയാം. എൻ്റെ അയലുണ്ടോ എത്ര ഉരച്ച് കഴിക്കാനും പോകില്ല. അതുമാതിരിയുള്ള അയൽ കണ്ടു കൊണ്ടുപോകും. ഉരച്ചിട്ട് മറ്റു നമ്മൾ ഫുഡ് കഴിക്കാനും. ഇനി എനിക്ക് പുട്ടാണ്. ഞാൻ പുട്ടാണ് കഴിക്കുന്നത് രാവിലെ. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. പുട്ടും ബീഫും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കിൻ കെയർ ചെയ്തിട്ട് അങ്ങനെ സ്കിൻ കെയർ തുടങ്ങാം. നമ്മൾക്ക് ഞാൻ സെറം മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. ഫോൺ സ്റ്റാൻഡ് എടുക്കട്ടെ. കണ്ണാരക്കുണ്ടോ? Okay. Let's put the serum. ഇവിടെ കട്ടൻ ഡ്രൈനസ് വരുന്നത് ശരിക്കും
എന്നിട്ട് എൻ്റെ അമ്മ നീ എന്തൊട്ടാണ്ട് ഇതിങ്ങനെ കാണിക്കണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചോദിച്ചു. അന്ന് സ്കിൻ കെയറിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അത് എൻ്റെ ഫാമിലിയിലുള്ളവർ കണ്ടു. അത് കണ്ടിട്ടാണ് ചോദിച്ചത്. അപ്പം നീ എന്തിട്ടാണ്ട് അതൊക്കെ മുഖത്ത് പറ്റണ്ടല്ലോ എന്നൊക്കെ ഇതൊക്കെ തേച്ചിന് മുഖത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്നും അറിയില്ലല്ലോ. It's too good. All the song is too good to listen. കറക്റ്റാണോ ഇല്ലാതൊക്കെ ആർക്കറിയാം. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എൻ്റെ ഡെയിലി വ്ളോഗ് ഒന്ന് സമർപ്പിക്കുകയാണ്. ഡെയിലി വ്ളോഗ് അല്ല, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇനി വേറെ ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഞാൻ വരുന്നതായിരിക്കും. അത് എന്താ ഇൻറ്റേൺഷിപ്പ് ഡേ, എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഡേനെ കുറിച്ചുള്ളൊരു ഡെയിലി വ്ളോഗല്ല, ഡേ ഇൻ മൈ ലൈഫ്. എന്ത് ചെയ്യാനാ, പണ്ടത്തെ സാധനമാണ് സ്കിൻ കെയർ കഴിക്കുകയാണ്. ഈ ലിപ് ബാം അതായത് ലാസ്ലിൻ ഇട്ട് കഴിഞ്ഞാൽ മുടിയൊന്നും പറ്റും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലെറ്റ്സ് ഗോ ടു ബാക്ക്. ജസ്റ്റ് ഒരു വാസലിൻ മാത്രമാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ചുണ്ട് ഡ്രൈ ആവുന്നതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. പരട്ട് ശീലമായിരുന്നു. എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചുണ്ട് നനച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലതാണല്ലോ, ഇതൊക്കെ പറ്റണം. എല്ലാവരും പറ്റുന്നു, അപ്പോൾ ഞാനും പറ്റുന്നു. എന്നാൽ പിന്നെ നിങ്ങളും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ കാണാം. ബൈ ബൈ.